കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല വെള്ളിയാഴ്ച പകൽ യാമത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തിരിഞ്ഞ ദൈവാശ്രയത്തോടെ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഹൃദയമായ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന് ശ്രേഷ്ഠ ദൈവത്തിൻ്റെ ദാസൻ മോലിച്ചൻ പാസ്റ്റർ, അതുപോലെ എൻ്റെ സ്നേഹിതനായ ദൈവ പാസ്റ്റർ, അതുപോലെ അത്യനായിരിക്കുന്ന പ്രിയ ദൈവദാസൻ, ഈ സഭയിലുള്ള എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വായിച്ച് ഇന്നത്തെ ധ്യാനത്തിനായി 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് എന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യുവാൻ പോകുന്നു. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നു. 3 വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച 3 വിഷയങ്ങളെ ഒരുമിച്ച് ചേർത്ത് ആ ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ജനം ഒന്നാകുക. 2, യാഗപീഠം പണിത് പുനഃക്രമീകരിച്ച് യാഗമർപ്പിക്കുക. 3, നീ അത് ചെയ്യണം. ഇങ്ങനെ 3 വിഷയങ്ങളെ ചേർത്താണ്. അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം അഭിഷേകത്തിനുള്ള വിലയാണ്. നമുക്കറിയാം, തിരുവചനത്തിന്റെ ഏടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 തരത്തിലുള്ള അഭിഷേകമാണ്. 1, പ്രവാചക അഭിഷേകം, 2, പുരോഹിത അഭിഷേകം, 3, രാജാക്കന്മാരുടെ അഭിഷേകം. ഈ 3 തരത്തിലുള്ള അഭിഷേകം നിലനിൽക്കുമ്പോൾ തന്നെ പ്രവാചകനാണ് ഇവരെ 3 പേരെ അഭിഷേകം ചെയ്യുന്നത്. പ്രവാചകനെ അഭിഷേകം ചെയ്യണം, പ്രവാചകൻ പുരോഹിതനെ അഭിഷേകം ചെയ്യണം, പ്രവാചകൻ രാജാവിനെ അഭിഷേകം ചെയ്യണം. ഇതിന്റെ പ്രത്യേകത എന്നത്, 1, പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനെ പ്രവാചകൻ അഭിഷേകം ചെയ്യുമ്പോൾ അവരുടെ ആത്മീയ തലത്തെ ക്രമീകരിക്കുകയാണ്. 2, ഈ പ്രവാചകൻ തന്നെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു ഭരണസമിതിക്ക് വേണ്ടി. 3, പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നത് ദേശത്തിൽ ദൈവത്തിന്റെ ആലോചന ജനത്തോട് സംസാരിക്കുന്നതിന്. ഈ 3 തലത്തിലും അഭിഷേകം പ്രവാചകനിലൂടെ പകരുമ്പോൾ തന്നെ ഇതിൽ വലിയൊരു നഗ്നസത്യം കിടപ്പുണ്ട്. കാരണം രാജാവിന് തെറ്റുപറ്റുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത തെറ്റ് സംഭവിക്കുമ്പോൾ വിഭക്തനായിരിക്കുന്ന നാഥാൻ ചെന്ന് ദാവീദിനോട് പറഞ്ഞതുപോലെ നീ തെറ്റ് ചെയ്തുവെന്ന് വിളിച്ചു പറയത്തക്കവണ്ണം അധികാരം പകർന്നത് ഈ പ്രവാചകനെയാണ്. 2, പുരോഹിതന് വഴി തെറ്റ് സംഭവിക്കാം. കാരണം നമ്മൾ യെശയ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയത് നീ കാണും, കണ്ടോ പുരോഹിതന്മാർ എന്നോട് പാപം ചെയ്യുന്നത്. ഇത് എല്ലാം തിരുത്തേണ്ടുന്ന ചുമതല പ്രവാചകനുള്ളതാണ്. എന്നാൽ ഈ 2 തരത്തിലുള്ള തെറ്റുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരുത്തപ്പെടേണ്ടുന്ന വ്യക്തികൾ പാപം ചെയ്താൽ, തെറ്റ് സംഭവിച്ചു പോയാൽ ഈ പുരോഹിതനെ അല്ലെങ്കിൽ ഈ പ്രവാചകനെ തിരുത്തുവാൻ അതിന്റെ നടുവിൽ മറ്റൊരു പ്രവാചകൻ എഴുന്നേറ്റ് വരണം. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ലാണെന്ന് തോന്നുന്നു, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ എന്റെ സന്നിധിയിൽ നിന്നിരുന്നുവെങ്കിൽ യഥാർത്ഥമായ ആലോചന ഞാൻ പറയുമായിരുന്നു. പക്ഷേ അവർ എന്റെ സന്നിധിയിൽ നിൽക്കാതെ യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്നുവെന്ന് പറയുന്ന ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ ഈ വെള്ളിയാഴ്ച ദിവസം എന്നെ ശ്രമിക്കുന്ന ദൈവവൈദ്യനെ, ഏത് തലത്തിലും പാപം വെളിപ്പെടുമ്പോൾ, ഏത് സ്ഥലത്തും തെറ്റ് സംഭവിക്കുമ്പോൾ, തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ തെറ്റ് ചെയ്തുവെന്ന് പ്രവചിക്കേണ്ട പ്രവാചകൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ, ഇന്ന് പകൽ ദൈവസഭ ദൈവദാസന്മാർ നാം ഒരുമിച്ച് ഒരുക്കപ്പെടുക, ദൈവത്തിന്റെ ശബ്ദമായി മാറുന്ന ഒരു അഭിഷേകം എന്റെ മേൽ പകരണമേ എന്ന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യനെ, ഇസ്രായേൽ ശമരിയ പട്ടണത്തിന്റെ അകത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്താൽ അനോയിന്റ്മെന്റ് പ്രാപിച്ച രാജാക്കന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഈ രാജാക്കന്മാരുടെ കാലഘട്ടം നമ്മൾ മുമ്പോട്ട് പരിശോധിക്കുമ്പോൾ ദൈവാധിപത്യത്തിൽ നിന്നും മനുഷ്യനാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാർ ജനത്തെ ഭരിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, യത്മാനിന്റെ മകളായിരിക്കുന്ന ഇസബേല് ആഹാവുമായിട്ടുള്ള സംബന്ധം മുഖാന്തരമായി ഇസ്രായേലിനെ ആത്മീയ അധപ്പതനത്തിലേക്ക് നയിക്കുവാനിടയായി. ആത്മീയ മേഖലകളിൽ സന്നിച്ചുകൊണ്ട് ദൈവജനത്തെ ദൈവാത്മാവിന്റെ പ്രേരണയിൽ നടത്തി യഥാർത്ഥമായി വിധി സ്ഥാപിക്കേണ്ടെന്ന രാജാവ് യത്മാനിന്റെ മകളായിരിക്കുന്ന ഇസബേലിന്റെ വശീകരണത്താൽ തനിക്ക് ബോധിച്ചതുപോലെ ഒരു ഭരണം വ്യാപരിപ്പിക്കുകയാണ്. അവിടെ നമുക്കറിയാം, യഥാർത്ഥമായി പിതാക്കന്മാരുടെ അവകാശം കാത്തു സംരക്ഷിച്ച നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കത്തക്കവണ്ണം ഒരസത്യവനിൽ വ്യാപരിച്ചു. ഓർക്കണം, ഹല്ലേലൂയ, തന്റെ പ്രജയുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യേണ്ടവൻ പ്രജയ്ക്ക് മരണവിധി കൽപ്പിച്ചപ്പോൾ ദൈവം മൗനമായിരുന്നില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, ഒരു ക്രിസ്ത്യനായിരിക്കുന്ന ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച പോലെ ഇന്നും പകൽ എന്റെയും നിങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തടസ്സം ചെയ്യുന്ന, ദൈവിക ശബ്ദത്തിന് തടസ്സം ചെയ്യുന്ന ഏതു വലിയ പദ്ധതികൾ ഉയർന്നു വന്നാലും, ഏതു രാജാക്കന്മാർ ചലിക്കപ്പെട്ടാലും, യഹോവയാകുന്ന ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച പോലെ എന്നെയും നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ അഭിഷേകത്തിന്റെ ഒരു പദ്ധതിയുമായി ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ച ഒരു സദസ്സിനെ, ഒരു തലമുറയെ ഇന്ന് പകലും എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. എത്ര പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ ശൂന്യതലം കണ്ട് ഭയപ്പെടേണ്ട. നിന്നെ തകർക്കുന്നവൻ എത്ര വലിയവനാണെങ്കിലും അവനെ എഴുപ്പുന്നവൻ ശക്തൻ. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും നടുവിൽ വെളിപ്പെടുന്ന ധീരമായി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ എത്ര പ്രിയപ്പെട്ടവർ ആത്മാവിൽ ഏറ്റെടുക്കും. അതെ, ആ ദൗത്യം ഞാൻ സ്വീകരിപ്പാൻ അപ്പാ ഞാൻ തയ്യാറാകുന്നു. ഒന്ന്, ജനത്തെ ആത്മതലത്തിൽ നിന്നും വലിച്ചു ദൈവത്തിന്റെ കോപം ഇവരിലേക്ക് വെളിപ്പെടുത്തുകയാ. കുഞ്ഞെ, നീ അറിയാതെ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരാസത്തിൽ നയിക്കുന്നവരിൽ വെളിപ്പെട്ടാൽ ഇന്ന് പകൽ സ്വർഗം മൗനമായിരിക്കില്ല. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഈ ജനത്തെ നശിപ്പിക്കുവാൻ ഒരാഘാപെഴുന്നേറ്റാൽ ഇന്ന് പകൽ പുതിയ നിയമ ദൈവത്തോട് പറയുക, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ നിന്നെ മതിക്കുന്ന ഏത് ദുരാത്മാവ് എഴുന്നേറ്റാലും ഇന്ന് പകൽ അതിനെ മെതിപ്പാൻ കഴിയുന്ന ഒരു ശക്തി ഇന്ന് പകൽ ഉയരത്തിന് പകരുന്ന ധീരമായി മാറുകയാണ്. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിന്മേലെ 850 ബാലിന്റെ പ്രവാചകന്മാർ യാഗം കഴിച്ചേ. ഇടിഞ്ഞതോ പൊളിഞ്ഞതോ ഒന്നും ബാലിന് വിഷയമല്ല, അവരാരാധിച്ചു. സ്വത്രം അവരവരുടെ കർമ്മം ചെയ്യാം. പക്ഷേ ഏലിയാവിനെ സംബന്ധിച്ച് ഇടിഞ്ഞു കിടക്കുന്നിടത്തല്ല പണി നടക്കുന്നത്. യാക്കോബിന്റെ പുത്രസംഖ്യക്കൊത്ത 12 കല്ലുകളെ ഒന്നിനോടൊന്ന് ചേർത്തു പണിതിട്ട് ഇന്നു പകൽ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെട്ടപ്പോൾ, കുടുംബം ചതിരിമാറി പോകുന്നെങ്കിൽ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയപ്പോൾ എല്ലാം വ്യവസ്ഥാപരമായി അല്ലെങ്കിൽ ഒന്ന് യോജിക്കപ്പെടാതെ അകന്നു മാറി നിൽക്കുന്നതിനെ ഒന്നാമതൊന്ന് പണിതെടുത്തു. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് അരുളി ചെയ്ത യാക്കോബിന്റെ പുത്രസംഖ്യക്കൊത്തവണ്ണം അതിനെ പണിതു. സ്വതന്ത്രം. ആരാധന എന്നത് അപ്പൻ ഷാപ്പിലും മക്കള് പ്രാർത്ഥനയിലും അമ്മ സീരിന്റെ പുറകിലല്ല, യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിന്റെ അകത്ത് ഒരുവനപ്പൻ ഐക്യമത്യപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അനിവാര്യം. എന്റെ തെളിവ് സ്വത്രം 128 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ വീടിനകത്ത് വലിയ ഫലപ്രദമായിരിക്കുന്ന മുന്തിരിവള്ളി പോലെയും മക്കൾ വീടിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും അപ്പനെവിടെ വഴിമുക്കിൽ തലയിൽ വെള്ളമടിച്ച് ബോധം കെട്ട് കിടക്കുകയല്ല. അപ്പൻ തിരുവചന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അപ്പൻ തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷം പോലെ ആലയത്തിന്റെ അകത്ത് ആ മേഖലയിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതെങ്കിൽ ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന ദൈവമേ, ഒരൊത്തരുമ അനിവാര്യമാ, ഒരു ഏകാഗ്രത അനിവാര്യമാ. തമ്മിൽ തകർന്നു പോയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ആടിക്കല്ല് കഴിക്കുന്ന ദൈവസഭയെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഇന്ന് പകൽ നാം ഒരുമിക്കപ്പെടട്ടെ. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് 850 പണിയണ്ട. ഇസ്രായേൽ മുഴുവനും പണിയരുത്, നീ പണിയണം. ആര് പണിയണം?
ഇവനൊന്നും കൊണപ്പെട്ടതല്ല. എന്നാ വിഷയം? ഹല്ലേലൂയ. ബാൽ ദൈവമെങ്കിൽ ഓക്കെ ഞങ്ങൾ അവിടെ, യഹോവ ദൈവമെങ്കിൽ ഞങ്ങൾ ഇവിടെ. അങ്ങനെ രണ്ടു വണ്ണത്തെ ഹല്ലേലൂയ കാലി വെക്കുന്നവനല്ല. യഥാർത്ഥ ദൈവത്തെ കണ്ട് ജനത്തെ ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന, ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഏലിയ പ്രവാചകന യാഗവേദി പണിയപ്പെടണമെങ്കിൽ ഇന്ന് പകൽ അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അവിടെയാണ് ദൈവശക്തി വെളിപ്പെട്ടത്. അവിടെയാണ് ആരാധനയിൽ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി വെളിപ്പെട്ടത്. അപ്പൊ ആത്മീയ തലമൊന്ന് പണിയപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപാട് നടന്നു. ഒരു മർമ്മം കൂടെ പറയാം. രാവിലെ മുതൽ ഉച്ച വരെ 850 ബാലിന്റെ പ്രവാചകന്മാർ ഇടതടവില്ലാതെ വാളിന്റെ വായ്ത്തലയിൽ തങ്ങളെ രക്തമൊഴുക്കുവോളം പതിവ് പോലെ അവർ ഹല്ലേലൂയ അവരെ തന്നെ മുറിവേൽപ്പിച്ചു. പക്ഷേ ഉത്തരമില്ല, ശബ്ദമില്ല. ഏലിയോ പരിഹസിക്കുന്നുണ്ട്. ദേവനല്ലേ, പുറത്തു പോയിരിക്കുക, ഉറക്കമായിരിക്കാം, പുള്ളി ഷോപ്പിങ്ങിനൊക്കെ പോയതായിരിക്കും, ഓരോരുത്തരുടെ വിഷയത്തിൽ ഇടപെടണ്ടേ. പക്ഷേ ഏലിയാവെന്ന പ്രവാചക നിന്നെ ഓരോ കെരീത്ത് തോട്ടിലും സാരാഭാത്തിലേക്കും ഒക്കെ അയച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം ഉണ്ടായിരുന്നില്ലേ? നമുക്കറിയാം, ഭൂമിയിൽ ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. സൂര്യനിൽ നിന്ന് കടന്നു വരുന്ന അൾട്രാ വയലറ്റ് രശ്മിയെ തടസ്സം ചെയ്തുകൊണ്ട് ഒരു ഓസോൺ പാളിയുണ്ട്. പ്രത്യേകത, ഓസോൺ പാളിക്ക് മുറിവേൽപ്പിക്കപ്പെട്ടാൽ, കീറൽ സംഭവിച്ചാൽ ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മി മനുഷ്യ ശരീരത്തിൽ പതിക്കപ്പെട്ടാൽ ക്യാൻസർ ഉളവാകുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ ഇവ വെളിപ്പെട്ടു, പക്ഷെ പ്രവർത്തിപ്പാൻ കഴിയാത്തവണ്ണം അവരെ മറച്ചു പിടിപ്പിച്ചത് പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ കൂടാരത്തിൽ ഒരു ഹാനിയും വരാതെ വണ്ണം, അവന്റെ അസ്ത്രങ്ങളിനെ തൊടാതെ വണ്ണം സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയുടെ കരമുണ്ട്. ഇന്ന് പകൽ ശക്തിയിലേക്ക് അഭയം പ്രാപിക്കുന്ന ദൈവമേ, നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന ഒരാലോചനയെ ഫലിപ്പാൻ അനുവദിക്കാത്ത ഒരു തേജസ്സിന്റെ ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ നിന്നെ തകർന്നു പോകുന്ന സ്ഥാനത്ത് നിന്റെ മരണത്തിലേക്ക് വലിച്ചെടുക്കാൻ പിശാച് ഒരുക്കിയ പദ്ധതികളെ ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവസഭയെ നീ ഭയപ്പെടാതെ ഇന്ന് പകൽ ഉറച്ചിരിക്ക്. ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ഇന്ന് പകൽ തേജസ്സിൽ നമുക്ക് നടുവിൽ വെളിപ്പെടുകയാണ്. പ്രാർത്ഥന കേവലം ചുമ്മാതല്ല, ദൈവവുമായിട്ടുള്ള കണക്ഷനാണ്, ഡയറക്റ്റ് ബന്ധമാണ്. ഞാൻ ഈ വന്ന വഴിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഓർപ്പിച്ച ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാണ് നമ്മളെല്ലാം വില കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് സ്വത്രം സന്തോഷിക്കുന്ന കർത്താവിന്റെ ദാസനോട് ഒരുപാട് കൃപാവരങ്ങൾ ഉപയോഗിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോഗിക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. എന്നോടൊക്കെ ഒരുപാട് ആത്മീയ ദൂതികൾ പറഞ്ഞിട്ടുണ്ട്. സ്വത്രം ഈ മിസ്രൈമിയ ഒരു പദ്ധതിയുണ്ട്. ഒരു ഫറവോൻ മരിച്ചാൽ ഈ മരിച്ച ഫറവോനെ ഈ സുഗന്ധ ഇദ്ദേഹത്തെ പൊതിഞ്ഞ് വെക്കുന്ന ഒരു സിസ്റ്റം ഈജിപ്തിലുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത, സ്വർണം കൊണ്ട് കൊത്തുപണികൾ ചെയ്ത് അതേ ഫറവോന്റെ മുഖമുള്ള ഒരു മാസ്ക് ഇദ്ദേഹത്തെ കവർ ചെയ്യും. അതിന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ആത്മാവിന് ഇദ്ദേഹത്തിൽ വസിക്കണമെന്ന് തോന്നുമ്പോൾ നേരെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ മുഖം നോക്കും, ഇതാണോ ഇതാണോ ഇതാണോ, ഈ ഫറവോനെ ആയിരുന്നു ഞാൻ, ഇതായിരുന്നു ഇത്, എന്നിട്ട് വന്ന് കയറും. പക്ഷെ ദൈവസഭയെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ സഭയുടെ കല്ലറ അറിയാൻ 1/4, 1, 2 അല്ലേ, സാമ്പത്തികം കൂടുതൽ കൊണ്ട് ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് ശവക്കല്ലറകളുണ്ട്. ഒരു കാര്യം ഓർക്കുന്നത്, 6 അടി മണ്ണിൽ കുഴിച്ചിരുന്ന ശവം, അതിന്റെ മേൽ ഒരു ഭക്തനായി രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ അടക്കും. അതിനുശേഷം ഭാര്യയെ തല്ലുന്നവനെ അടക്കും. അതിനുശേഷം ഭാര്യയുടെ കഴുത്തിന് പിടിച്ചു വെക്കുന്നതും പാസ് കിട്ടി ഇടിക്കുന്നവനെ അടക്കും. അതിന്റെ മീതെ ഒരു വിശുദ്ധനെ അടക്കും. പിന്നെ പള്ളി കാലുകുത്തുകാരത്തിനെ അടക്കും. ഈ അടക്കിയതിനെല്ലാം കൂടെ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഓരോരുത്തരും അഴിക്കുമ്പോൾ ഈ 6 അടി മണ്ണെടുത്തിട്ട് അതിന്റെ അകത്ത് ഈ അസ്ഥിയും ഈ തലയും എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും 1.5 അടി ആഴത്തിൽ കുഴിച്ചിടും. അടക്കിയത് ഇവിടെ ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ശേഷിപ്പ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാം, ഇതെല്ലാം ഒരുമിച്ച കിടക്കുന്നതെങ്കിലും ആത്മീയനെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവന്റെ മീതെ അടക്കിയാലും ഇത് ഒരുമിച്ച് ഒടിഞ്ഞും പൊടിഞ്ഞും ഒന്നായി തീർന്ന് 1.5 അടി ആഴത്തിൽ കുഴിച്ചു മൂടിയാലും
കാഹളത്തിന്റെ നാദം കേൾക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി വന്ന് രക്ഷിക്കപ്പെട്ട ആളുടെ അസ്ഥിയാണ് തപ്പുകയല്ല, മറിച്ച് ആത്മാവ് ഉയർപ്പിക്കേണ്ടതിനെ ഉയർപ്പിച്ചുകൊണ്ട് പോകും. എത്ര ആഴത്തിൽ മറച്ചു വെച്ചാലും ഇന്ന് പകൽ ആത്മമേഖലയിൽ ദൂത് പറയട്ടെ, കുഞ്ഞെ, നീ എത്ര തകർച്ചയിൽ കിടന്നാലും ഒരിക്കലും ഉയർന്നു വരത്തിന് ഏത് ശത്രു വാദിച്ചാലും തപ്പിയെടുത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കരുത്തനായ ഒരു സ്വർഗ്ഗം ഇന്നു പകൽ ഇതിന്റെ നടുവിൽ വസിക്കുന്നവരെ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ വിലകൊടുത്ത് മേടിച്ച ദൈവം എല്ലാ കാലത്തും നമ്മുടെ ആത്മീയ പരാജയത്തെ കണ്ടുകൊണ്ട് മാറിയിരിക്കുന്ന ദൈവമല്ല, തകർത്ത് കളഞ്ഞ് ആത്മീയ മണ്ഡലത്തെ പുനരുദ്ധരിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. തകർന്നുപോയി ഇസ്രായേലിനെ ഒന്നാക്കി പണത് യാഗപീഠം വെച്ച്, യാഗപീഠത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കപ്പെട്ട ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് വസിച്ചു. ഇന്നോ പകൽ നാം പിന്മാറിപ്പോയെങ്കിൽ മടങ്ങി വരിക. നാം ദൈവത്തിന് അന്യമായി പോയി സഭയിൽ വരുന്നവരെല്ലാം ഒന്നും ശരിയല്ല കേട്ടോ, സ്വത്രം. എന്നാൽ അനുദിനം ലഭ്യമാകുന്ന വചനവും ദൈവിക ഇടപെടലുമാണ് ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ ഇന്നോ പകൽ എന്നുമെന്നും സഭയിൽ പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല, യഥാർത്ഥമായി ദൈവമായിട്ടുള്ള ബന്ധമാണ് അനിവാര്യം. എന്നതുകൊണ്ട് സഭയിൽ പോകരുതെന്നല്ല, രക്ഷിക്കപ്പെട്ടയാൾ സഭയിൽ വരണം, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, അപ്പോസ്തലിക ഉപദേശം നോക്കണം, അതുപോലെ അപ്പം മുറുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം, ആരാധന, എല്ലാം ഈ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. ആ നിമിഷം അതുകൊണ്ട് മാത്രം ഒതുങ്ങിത്തീരാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണം. അവിടെയാണ് യാഗവേദിയിൽ ദൈവശക്തി വെളിപ്പെടുന്നത്. നമ്മെ തന്നെ ഭക്തനായിരിക്കുന്ന പൗലോസ് റോമാലേഖനത്തിൽ എഴുതുകയാ, സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആരാധനക്കാരെ, നിങ്ങളെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമാകുന്ന യാഗമായി അർപ്പിക്കണം, നീതിയാഗങ്ങളെ അർപ്പിക്കണം. യാഗവേദിയിലേക്ക് കടന്നു വരുന്ന 4 കൂട്ടം മൃഗങ്ങളുണ്ട്. അതിൽ കോലാടിനെ നമുക്കറിയാം, അതുപോലെ ചെമ്മരിയാടിനെ അറിയാം, അതുപോലെ കാളയെ അറിയാം, അതുപോലെ പക്ഷിവർഗത്തിൽപ്പെട്ട ഒരേ ഒരു പക്ഷി ദൈവം തെരഞ്ഞെടുത്ത കുറുംപ്രാവിനെ അറിയാം. ഈ 4 വിഷയങ്ങളെയും 4 തലത്തിലാണ്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും യഹോവയാകുന്ന ദൈവം തന്റെ യാഗവേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ വലിയ കാളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് കൂർത്ത കൊമ്പുണ്ട്, ചവിട്ടുന്ന കാലുണ്ട്. പക്ഷേ അതിലേക്ക് ക്ഷണിക്കുകയാ. രണ്ടാമത് കോലാടിന്റെ പ്രത്യേകത, ഇത് ഉപദേശത്തിൽ നിൽക്കത്തില്ല, വേലിക്കെട്ടുകൾ ഇടിച്ചു തകർത്തുകൊണ്ട് മുൻപോട്ട് പോകും. തനിക്ക് കൂർത്ത ചെവിയുണ്ട്, കാരണം രഹസ്യങ്ങൾ എത്ര രഹസ്യമായി പറഞ്ഞാലും പരത്തുവാനുള്ള കഴിവതിനുണ്ട്. മറ്റൊന്ന് ചെമ്മരിയാട്. ചെമ്മരിയാടിന്റെ പ്രത്യേകത, ഇടയനോട് ചേർന്ന് നടക്കുന്ന നല്ല ഒരാളാണ്. മാത്രമല്ല, കുറുംപ്രാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏത് പ്രതികൂല കാലഘട്ടത്തിലും പ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കുറുകി കാത്തിരിക്കുന്ന, പാറയുടെ പിളർപ്പിൽ കടുംതൂക്കിന്റെ മറവിലിരിക്കുന്ന ഒരു കുറുംപ്രാവാണ്. എന്നാൽ ഒരു കാര്യം നോക്കണം, ഇതിനെയെല്ലാം യഹോവയാകുന്ന ദൈവം ഈ യാഗവേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ, യാഗവേദിയിലേക്ക് കടന്നു വന്നാൽ പുരോഹിതന്റെ കരത്തിലിരിക്കുന്ന ഈ മൂർച്ചയേറിയ കത്തി കൊണ്ട് അതിന്റെ കഴുത്തിലേക്ക് വട്ടം കറക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ വേദനിക്കപ്പെട്ടേക്കാം, മുറിപ്പെട്ടേക്കാം. എന്നാൽ അതിന്റെ തോലിരിച്ച് ഖണ്ഡമായി അതിനെ അറുത്ത് യാഗവേദിയിലേക്ക് വെക്കുമ്പോൾ ഇപ്പോൾ അതിൽ കാണുന്ന ഞാൻ കാളയാണെന്ന് പറയില്ല, ഇപ്പോൾ അതിൽ കാണുന്ന മാംസത്തെ നോക്കി ഞാൻ പറയും അത് പ്രാവാണെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് ചെമ്മരിയാണെന്നോ കോലാണെന്നോ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ രക്തമൊഴുകുന്ന മാംസ കഷണങ്ങൾ മാത്രം. ഒരർത്ഥം കൂടെ പറയാം, ഒരു ദൂത് കേട്ടപ്പോൾ മുറിപ്പെട്ടെന്ന് പറഞ്ഞ് പാസ്റ്റർ വെട്ടിയതല്ല കുഞ്ഞെ, ഇന്ന് പകൽ പ്രസാദിക്കാൻ ദൈവം നോക്കിയതുകൊണ്ട് പുരോഹിതന്റെ വാള് കടന്നുപോയപ്പോൾ അത് മുറിവേൽക്കപ്പെട്ടത് കൊണ്ട് തിരുവചനത്തിൽ വന്ന് കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുള്ളതെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. ആ മുറിപ്പെട്ട ഹൃദയത്തെ നോക്കിട്ട് പറയാ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം അതിന്റെ പ്രസാദിപ്പാനിറങ്ങി വരും. ഇന്ന് പകൽ മുറിപ്പെട്ടെങ്കിൽ തിരുവചനം ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റർ അറിഞ്ഞോണ്ട് വെട്ടിയത് ചിന്തിക്കുന്നെങ്കിൽ ഓർത്തോളം, നിന്നിൽ പ്രസാദിപ്പാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് വചനത്തിലൂടെ മുറിച്ചതാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം ചൊരിയുന്നത്. ഹല്ലേലൂയ. മുറിയപ്പെടാതെ, അതുകൊണ്ട് തിരുവചനത്തിൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിച്ചു കളയുന്ന ദൈവമല്ല. എല്ലാ കണ്ണുകളും നമുക്ക് അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യാഗവേദിയിലേക്ക് നോക്കുമ്പോൾ രക്തമൊഴുക്കപ്പെട്ടതാണെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നെങ്കിൽ, നമ്മെ മുറിപ്പെടുത്തിയെങ്കിൽ ഓർക്കുക, പുരോഹിതന്റെ കരത്തിൽ ഒരു വിരകല്ലും ഒരു കത്തിയുമുണ്ട്.
ഇന്ന് പകൽക്കാലം അനുദിനം ലഭ്യമാകുന്ന ദൈവത്തിന്റെ വചനം നമ്മെ മുറിപ്പെടുത്തുന്നത് ചെത്തി ചെത്തി അനേകം ഫലം പുറപ്പെടുവിക്കാൻ. ഇന്ന് പകൽക്കാലം ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തി അതിനെ ഒരു രാജ്യമാക്കി ദൈവത്തിന്റെ ജനമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുള്ള പോലെ ഇന്ന് പകൽ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിയർക്ക് പുറത്തായിരുന്നു പോരാട്ടമുള്ളതെങ്കിൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് അകത്താണ് ഈ പോരാട്ടം നിലനിൽക്കുന്നത്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിപ്പാൻ കഴിയുന്ന ദൈവശക്തിയാകയാൽ ഇന്ന് പകൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഉയർച്ചകളെ, ഇന്ന് പകൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെ ഇന്ന് പകൽ അമർത്തുവാൻ കഴിയുന്ന ദൈവശക്തി ഇന്ന് പകൽ പ്രാപിക്കണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവ്, പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. പോഷനാവുന്ന ഇടയിൽ ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാം. നാവിനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. താഴ്ത്തി ഏൽപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമയം അനുവദിച്ച ദൈവദാസൻ സഭയ്ക്കും നന്ദി കഴിച്ചുകൊണ്ട് ദിവസത്തെ വിരമിക്കുന്ന ദൈവം സഹായിക്കും. വീണ്ടെടുത്തവരെ വീണ്ടെടുപ്പു